ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ചെറിയ ഹോം ഡെക്കർ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഖത്തറിലാണ് താമസിക്കുന്നത്. അവിടുത്തെ എൻട്രൻസ് ഡോറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലൊരു കുഞ്ഞു പോർഷൻ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു എലിപ്റ്റിക്കൽ ട്രെയിനർ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സച്ചുമൻ്റെ കുറച്ച് ടോയ്സൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടേബിൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വോളൊക്കെ നല്ല പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു വോളിൽ എന്തെങ്കിലും ഒരു ഡെക്കർ ചെയ്യാം, എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആലോചിച്ച് നിന്നപ്പോഴാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ ഒരു വോളിലാട്ടോ ഞാനപ്പം ഡെക്കർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, അത് നല്ല പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഒരു വോളിൽ ഞാൻ ബുദ്ധൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സൈഡിൽ നമ്മൾ എന്തൊക്കെ വെച്ചിട്ടാണ് ഡെക്കർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് മീഷോയിൽ നിന്ന് ഞാൻ പണ്ട് വാങ്ങിയിട്ടുള്ള 3 വുഡൻ ബോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻസിലോ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് 3 എണ്ണമാണ് നമ്മൾ അവിടെ ഹാങ് ചെയ്യാൻ പോകുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് ഈ ഒരു മാപ്പിൾ ലീഫ്, ഓറഞ്ച് കളർ മാപ്പിൾ ലീഫിൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ലീവ്സ് ആണ് ഹാങ് ചെയ്യുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും ഞാൻ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. തേർഡ് വേണ്ട ഇതുപോലൊരു നമ്മുടെ സ്ട്രിങ് ലൈറ്റ് എന്ന് പറയും. അപ്പം അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ലൈറ്റ് ആയിരുന്നു, ഞാനത് നെയിൽ പോളിഷ് വെച്ചിട്ട് റെഡ് ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അത് എന്തിനാണ് റെഡ് ലൈറ്റ് ആക്കിയെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പം അടുത്തതായിട്ട് ഈ ബോർഡിൽ വെക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞൊരു കുബേറിനെ എടുത്തിട്ടുണ്ട്. അപ്പം ലാഫിംഗ് ബുദ്ധ. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ എനിക്ക് തോന്നുന്നു അലങ്കാറിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. അതിൻ്റെ ടാഗ് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. 200 രൂപയാണ് ഞാൻ അന്ന് വാങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രൈസ്. അപ്പം ഇതാണ് നമ്മൾ ഒരു ബോർഡിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ, എല്ലാ ഓൺലൈൻ സൈറ്റിലെല്ലാം ഇത് അവൈലബിൾ ആണ്. അത് ഞാൻ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സെറാമിക് ഓയിൽ ബേർണർ അല്ലെങ്കിൽ ഓയിൽ ഡിഫ്യൂസർ, അരോമ ഓയിൽ ഡിഫ്യൂസർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് നാട്ടിൽ. അപ്പം ഇതിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതും കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇത് നല്ല, അതിൻ്റെ കൂടെ ഒരു ഓയിലും 2 ക്യാൻഡിലും കിട്ടും. അപ്പോൾ ആ ഓയിൽ നല്ല കത്തിച്ചിങ്ങനെ വെക്കുമ്പോൾ നല്ല മണം കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരു ബോർഡിൽ വെക്കാം എന്നുള്ളൊരു പ്ലാനിൽ. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ക്രിസ്റ്റൽ ആമയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനുമൊക്കെ ഇങ്ങനെ വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ രാമേശ്വരം പോയപ്പോൾ അവിടുന്ന് വാങ്ങിയിട്ടുള്ളതാട്ടോ. അപ്പം ഈ ഒരു വിശ്വാസത്തിൽ വാങ്ങിയതാട്ടോ. അപ്പം അടുത്തതായിട്ട് നമ്മുടെ ഇവിടുത്തെ ഖത്തറിലുള്ള, എനിക്ക് തോന്നുന്നു റമീസിൽ നിന്ന് വാങ്ങിയതാണ് പണ്ടെപ്പോഴോ. അപ്പം ചെറിയ പൈസയുള്ളൂ, 2-3 റിയാൽ അങ്ങാണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ റമീസിലൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ, ചെറിയ പൈസയ്ക്ക്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു റമീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പം അടുത്തത് ഞാൻ പണ്ട് എപ്പോഴും ഐക്കയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. എനിക്കിതിൻ്റെ ലീവ്സ് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ അപ്പം വെക്കാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഞാൻ ആ ബോർഡിൽ വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനത്തിൻ്റെ കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ബോർഡ്സ് എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഐക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ സെൽഫ് അഡസീവ് ഹൂക്കിലാട്ടോ. എൻ്റെ പൊന്നെ, ഭയങ്കര സൂപ്പർ പ്രോഡക്റ്റാണ്. ഭയങ്കര അഡസീവാണ്. അവിടെ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാനൊക്കെ ഭയങ്കര പാടാണ്. അത് തന്നെയല്ല, അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഇത് താങ്ങും കേട്ടോ. അപ്പം ഞാൻ ഈ ഹൂക്സൊക്കെ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ ഓരോ ബോർഡ്സായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി പൊക്കത്തിലാണ്, അതുകൊണ്ട് ഞാൻ ടേബിളിൻ്റെ മണ്ടയിലൊക്കെ കയറി നിന്നാട്ടോ ഞാനിതെല്ലാം തൂക്കിയിട്ട് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി അവിടെ ഹൂക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബോർഡ്സ് മാത്രം ജസ്റ്റ് ഹാങ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ബോർഡ്സ് തൂക്കിയപ്പോൾ തന്നെ ആ ഒരു സ്പേസ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആ ഒരു പ്ലെയിൻ ആയിട്ട് കിടന്ന ആ ഒരു ഇത് മാറിയിട്ട് നല്ല ഭംഗിയായിട്ടിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ ഞാൻ ആ ബോർഡ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതായത് 3 ഇങ്ങനെ താഴെ തട്ടായിട്ട് വരുന്നത് പോലെ. അടുത്തതായിട്ട് ഞാൻ ആ പെയിൻറ്റ് ചെയ്ത് വെച്ചില്ലേ, അതായത് നെയിൽ പോളിഷ് വെച്ച് റെഡ് കളർ അടിച്ച നമ്മുടെ സ്ട്രിങ് ലൈറ്റ്, അത് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആ ലൈറ്റ് ഒന്ന് കത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാനെ കൊണ്ട്. നെക്സ്റ്റ് നമ്മുടെ മാപ്പിൾ ലീഫ്, അതായത് ഓറഞ്ച് കളറിലുള്ള ആർട്ടിഫിഷ്യൽ മാപ്പിൾ ലീഫ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം അതും ഇതേപോലെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സ്ട്രിങ് ലൈറ്റ് ഹാങ് ചെയ്തതുപോലെ തന്നെ അതും ഞാൻ 3 ബോർഡ്സിൻ്റെ ആ ഒരു സ്ട്രിങ്ങിനോട് ചേർത്ത് ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈഡിൽ ഈ ഒരു റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് തീം ചെയ്യാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു വോള് വരുന്നത് എൻ്റെ വീടിൻ്റെ സദേൺ പാർട്ടിലായിട്ടാണ്. അപ്പോൾ ഈ സദേൺ പാർട്ടിൽ നമ്മൾ ചെറിയ റെഡിൻ്റെ ഒരു തീമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒരു റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് തീമിലേക്ക് ചെയ്തു വെക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പം ഇത് ഇങ്ങനെ എന്താ പറയുക, ചെറിയ വിശ്വാസത്തിൻ്റെ പേരിലാട്ടോ, അല്ലാതെ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഗ്രീൻ ലീവ്സ് കൊടുക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഗ്രീൻ ലീവ്സ് കൊടുത്തും ചെയ്യാം. ആൻഡ് ഫൈനലി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഡെക്കേഴ്സൊക്കെ ഇല്ലേ, ഡെക്കർ പീസസ്, അപ്പം അത് വെച്ചിട്ട് നമ്മൾ ബോർഡിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുബേരനും അതേപോലെ ഓയിൽ ഡിഫ്യൂസറും അതേപോലെ തന്നെ നമ്മുടെ ടോർട്ടോയ്സ്, ക്രിസ്റ്റൽ ടോർട്ടോയ്സ്, അപ്പോൾ അതും നമ്മൾ ആ ബോർഡിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് ആ സൈക്കിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിൻ്റെ ഇടയ്ക്ക് സച്ചുമോൻ എവിടെയോ എടുത്തിട്ട് പോയി. അപ്പം എനിക്ക് വീഡിയോ ലാസ്റ്റ് എടുക്കുന്ന സമയത്ത് അത് കിട്ടിയില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ സച്ച് വീഡിയോസ്.